ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു വൈകുന്നേരം തൊട്ടിട്ടുള്ള ഒരു രീതിയിലാണ് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാ കസിൻസെല്ലാം ആയിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ അടുത്ത് കുറച്ചങ്ങോട്ട് ഒരു വയലുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഏതായാലും പോവുമല്ലേ, അപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വയൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുമ്പം നല്ല പച്ചപ്പാണ്. നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പാണ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാനും എല്ലാം വൈകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടാനും വൈകുന്നത്. അപ്പോൾ ഇതിന് ശേഷം വേറെയും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് അത് ഇടാൻ കഴിയുമല്ലോ, ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളതും ഉണ്ട്, പിന്നെ അല്ലാണ്ടും ഉണ്ട്. അപ്പം എല്ലാം കൂടി അങ്ങനെ ഓർഡറിൽ തന്നെ പോകാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വൈകി പോകുന്നത്. അപ്പം നമ്മൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അത്ര വലിയ ഇങ്ങനെ മഴയൊന്നും പെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പം മഴയുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ വലിയ ആ ഒരു രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലാണ്ടൊന്നുമില്ല. ആ ഒരു വയലിൽ ഇങ്ങനെ പുല്ലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വയൽ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ അവർ കാട് വാക്കിയിട്ടാന്ന് തോന്നുന്നു, അധികം ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കാണുന്നത് പറഞ്ഞാൽ പണ്ടത്തെ കയറിൻ്റെ എല്ലാം ഫാക്ടറിയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെറുതെ അതിൻ്റെ ഇപ്പം തന്നെ കുറച്ച് ഒരു തോടുണ്ട്. അപ്പോൾ ആ ഒരു തോടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളമൊന്നുമില്ല, നമുക്ക് ഇറങ്ങിയിട്ട് പോകാനെല്ലാം പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഇതിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടൊരു കുളമുണ്ട്. ആ തോട് ലാസ്റ്റ് ചെയ്യുന്ന ആ കുറച്ചപ്പുറത്തായിട്ട് ഒരു തോടാണ്, കുളമാണ്. അപ്പോൾ കുളത്തിൽ പോവാൻ അവിടെ കുറേ മീനുണ്ട് എന്ന് ഹംദുവെല്ലാം പറഞ്ഞിട്ട് പോവാൻ ജസ്റ്റ്. അപ്പോൾ അവിടെ കുറേ ആളുണ്ട് മീൻ പിടിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഹംദുവെല്ലാം കളിക്കാൻ പോകുന്ന ഗ്രൗണ്ട് ഉണ്ട്, ഒരു വലിയ ഗ്രൗണ്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് കാണിച്ചു തരാമെന്നെല്ലാം പറയാം. അപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ പോവുക ചെയ്ത് തന്നിട്ട്, പക്ഷെ അന്ന് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. ഒരുപാട് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണി അങ്ങനെയെല്ലാം ആയിട്ടുണ്ടാവും തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചായ ഒന്നും കുടിക്കലില്ല, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുടിക്കില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പൂതിക്ക് ഇങ്ങനെ ഒരു കോഫിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക ചെയ്യാം. അപ്പം ഞാനന്ന് ലിപ്റ്റൺ വാങ്ങിയിട്ടുണ്ട്, ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ. അപ്പോൾ അതും മിക്സറിൽ ഇങ്ങനെ പഴം മുക്കിയിട്ട് തിന്നു. ചെറിയ പഴം എനിക്കിഷ്ടം, പക്ഷെ അന്ന് ഉണ്ടാകാത്തതുകൊണ്ട് വലിയ പഴം എടുത്തത്, നേന്ത്രപ്പഴം. അപ്പം അങ്ങനെ പിന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഹെന്ന കോൺസിൻ്റെ ഓർഡർ ഉണ്ടായത് നാളെ അത് കൊറിയർ ചെയ്യേണ്ടത്. അപ്പം അത് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചിട്ട് ഹെന്ന കോൺസ് പ്രിപ്പയർ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹെന്ന കോൺസ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ 100 ഗ്രാം പൗഡറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള 30 ഗ്രാം ഷുഗർ, പഞ്ചസാര ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക ഇത്. പിന്നെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ടൊന്നും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെള്ളമെല്ലാം ചേർത്ത് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാലിപ്റ്റസ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഇത് അവർക്ക് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ട്, അപ്പം നമ്മൾ സ്റ്റിക്കറൊന്നും ഒട്ടിക്കാണ്ട് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കോണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഏതായാലും ഇന്നാക്കി വെച്ച് എനിക്ക് നാളെ അയക്കേണ്ടതാണല്ലോ, രാവിലെ ബാക്കി ഒരു ഫില്ല് ചെയ്ത് നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ആക്കി, ഡയറി റിലീസ് ആവേണ്ടേ. അപ്പം അങ്ങനെ രാത്രി തന്നെ ചെയ്ത് വെക്കുക ചെയ്തത്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ചയായി എന്നുള്ളത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ ഇടുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഐസോൻ്റെ ഹാസിൻ്റെ എല്ലാം ഒച്ചപ്പാടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ആരുമില്ലാത്തപ്പോൾ സൗണ്ടൊന്നും ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ളതിൽ ഇപ്പം തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അപ്പുറത്തും നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ പിന്നെ ഇതിലേക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പം ഈ ഹെന്ന കോൺസ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും എന്ത് തന്നെയായാലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്ന സമയത്ത് ഞാൻ ഒന്നിക്ക് ഇതുപോലെ വീഡിയോസിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അതിൻ്റേതായ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതാവുമ്പം എല്ലാവർക്കും ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് പറഞ്ഞിട്ടും ഡൗട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഇപ്പം DIY ഹെന്ന കിച്ചനും എല്ലാം എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ കണ്ടിട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഇനിയും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ക്ലിയർ ചെയ്യാമല്ലോ. സെയിം ഡൗട്ട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഡയറി റിലീസിന് വേണ്ടി വെക്കുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അന്ന് മനസ്സിലായത് ക്ലീൻ റാപ്പ് എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്കിതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ
നല്ലോണം ഒന്ന് എന്താ കവർ ചെയ്തിട്ട് ഒരു സെല്ലോ ടേപ്പെല്ലാം വെച്ച് എയർ ടൈറ്റ് ഇതാക്കിയാൽ മതി, ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഹംസ അവിടെ വന്ന് നിന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഓന് പൊതുവേ ഇങ്ങനെയാണ്, ഞാൻ എന്തുണ്ടാക്കുമ്പോൾ ഓനടുത്ത് വന്നിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയും ചെയ്യും. എനിക്ക് എന്തെങ്കിലും എടുക്കാനും ഇതാക്കാനെല്ലാം ഉണ്ടെങ്കിൽ ഓൻ ചെയ്തു തരുകയും ചെയ്യും. അപ്പോൾ ഓനിങ്ങനെ എപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ നിന്നേ. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഓനും ഓർമ്മിച്ചിട്ടില്ല, ഞാനും ഓർമ്മിച്ചിട്ടില്ല. അപ്പം പിന്നെ ഞാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സൈഡിലല്ലേ ജസ്റ്റ് അങ്ങനെ നിന്നെയാണ്. പിന്നെയാണ് ഓനുണ്ട് എന്നുള്ളത് മനസ്സിലായി. വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു. പിന്നെ ഓനങ്ങനെ മാറുക ചെയ്തത്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഞാൻ വേറെ ഒരു കവറിലാക്കിയിട്ട് നല്ലോണം ഇതാക്കിയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം റിലീസ് ആവണമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് തന്നെ അത് ഒന്ന് സീൽ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളത്തേക്ക് ഈ കോൺസും നെയിൽ കോൺസും ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എല്ലാത്തിനും വേണ്ടിയിട്ട് കോൺസ് റോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സെലോഫിൻ ഷീറ്റ്സ് കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ സെലോഫിൻ ഷീറ്റ്സ് റോൾ ചെയ്ത് വെക്കൂല, കോൺസ് ആക്കിയിട്ട് വെക്കൂല. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്നിക്ക് കോൺസ് എനിക്ക് ചില ടൈം നമ്മൾ ആ ഒരു ടിപ്പ് മാത്രമേ സീൽ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കോൺസിൻ്റെ ആ ഒരു ഒന്ന് ലൂസായ പോലെ തോന്നും. അപ്പം അങ്ങനെയല്ല ഉണ്ടായി. പിന്നെ എന്ന് പറയുമ്പോൾ ഈ കോൺസ് റോൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മടിയുള്ള, ഈ ഹെന്ന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മടിയുള്ള കാര്യമാണ് റോൾ ചെയ്യുകയാണുള്ളത്. അത് കുറച്ച് ഒരു 1, 2, ഒരു 10 അങ്ങനെ 10 എന്നാലും കുറച്ച് ക്വാണ്ടിറ്റിയിലെല്ലാം ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര മടുപ്പായിരിക്കും. എന്നാലും അത് ചെയ്യാൻ ഇങ്ങനെ ചെയ്യൂല അങ്ങനെയല്ല, എന്നാലും ചെയ്യാൻ ഇഷ്ടമെല്ലാം തന്നെയാണ്. അപ്പം കോൺസിന് പ്രീ റോൾഡ് കോൺസിന് തന്നെ ഓർഡർ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയെല്ലാം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മൂവീസ് കാണുമോ അല്ലെങ്കിൽ പാട്ട് കേട്ടിട്ടല്ലോ എന്ന് ചെയ്യുക. അപ്പം അങ്ങനെ ഇത് എന്ന് പറയുമ്പം ഒരു ഒറ്റ ഷീറ്റിലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് മടങ്ങിയ ആ ഒരു ഇത് വരും സെലോഫിൻ ഷീറ്റിൽ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി എന്തോ ഒരു പോലെ തോന്നും. അങ്ങനെയുള്ള ഇതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ അത് കറക്റ്റായിട്ട് മടക്കിയെടുത്ത ശേഷം ആ സൈഡെല്ലാം ഒന്ന് നമ്മൾ സൈഡ് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞതിന് മനസ്സിലാവുമെന്നറിയില്ല, എന്തായാലും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ആ ഒരു കോണെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക ചെയ്യൽ. വലിയ ആ ഒരു സൈസ് കുറഞ്ഞു പോവുകയൊന്നും ചെയ്യൂല. നമ്മൾ ആ ഒരു കറക്റ്റ് സെലോഫിൻ ഷീറ്റ് വേസ്റ്റ് ആവാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മടങ്ങി ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഒരു നോർമൽ ഒരു സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ വെച്ചിട്ട് കൂടുതൽ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിൽ മാത്രം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു മടങ്ങിയത് പോവുകയും ചെയ്യും, നമുക്ക് ഒരു വൃത്തിക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. അത് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കാം, എങ്കിലും ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം നമ്മൾ സെലോഫിൻ ഷീറ്റ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ച കുറച്ച് സെലോഫിൻ ഷീറ്റ്സും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക ചെയ്തത്. പിന്നെ ഞാൻ ഇന്ന് കട്ട് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. കോൺസ് റോൾ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതിപ്പം നൈറ്റ് എന്തായാലും ആയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ എണീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കുക ചെയ്തത്. പിന്നെ ഈ ഒരു ഇപ്പം കട്ട് ചെയ്തത് ഞാൻ DIY കിറ്റിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുക ചെയ്തത്. ബാക്കി കട്ട് ചെയ്യാനുള്ളത് പിന്നെ എടുത്ത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്യാമെന്ന്. എപ്പോഴും ഇതുപോലെ വീഡിയോസെല്ലാം എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അത് പറയണോ ഇത് പറയണോ അങ്ങനെ പറയണോ അങ്ങനെ ചെയ്യണോ, അങ്ങനെ ഒരുപാട് കാര്യം ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ച് മൈൻഡിലൂടെ ഇങ്ങനെ ഇതാക്കി വെക്കും. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇപ്പം പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ആഴ്ചയായി ഈ വീഡിയോ എടുത്തിട്ട്. ഇതുപോലെ ഇങ്ങനെ വൈകിട്ട് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും മറന്നു പോകും. ഞാൻ എന്താ പറയണമെന്ന് വിചാരിച്ചതും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ എന്തെല്ലോ പറഞ്ഞിപ്പോൾ കഴിഞ്ഞ ഇട്ട ആ ഒരു വീഡിയോസിൽ തന്നെ എന്തെല്ലോ ഞാൻ അതിൽ മിസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ പറയണമെന്ന് വിചാരിച്ചത് കൊണ്ട് അതുപോലെ തന്നെ ഞാൻ എന്തോ വാങ്ങിച്ച സാധനത്തിൻ്റെ അങ്ങനെ അതിൽ പറയാണ്ട് പോയി. അങ്ങനെ എന്തോ പറയണമെന്ന് വിചാരിച്ചതുപോലെയല്ല, അങ്ങനെ എന്തെല്ലോ കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെയാണ് അത് അപ്ലോഡെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ അതിലത് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിച്ച് നിൽക്കുക ചെയ്തേ. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണം വിചാരിച്ചൊന്നും ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വരെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് ആ ഒരു സെലോഫിൻ ഷീറ്റ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇഷ്ടമാകുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഇതിപ്പം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസാണോ വേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസാണോ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് കട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, റോൾ ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ എനിക്കത് ഓർമ്മയുണ്ടായിട്ടില്ല, ഞാൻ അന്ന് റോൾ ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോസ് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എനിക്ക് കണ്ടത്. അപ്പം ഞാൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു കുറച്ച് കോൺസ്, അതായത് ഹെന്ന കോൺസ് അകത്ര ഉണ്ടായിട്ടുള്ളൂ ഓർഡർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോൺസ് ഞാൻ റോൾ ചെയ്യുന്നുണ്ട്. അതിന് ബാക്കി ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, കോൺസ് റോൾ ചെയ്യുക കുറച്ചൊരു മടുപ്പാണോ എനിക്ക് മടിയായിട്ടാണോ എന്നറിയില്ല, കുറച്ച് എനിക്ക് ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ മടി കൊണ്ട് ബാക്കി നാളെ റോൾ ചെയ്യാമെന്നുള്ളതിൽ നിൽക്കുക ഇത്. അപ്പം ആ ഒരു കുറച്ച് കോൺസ് ഞാൻ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചതെല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്നിക്കിത് അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എല്ലാം ഓർമ്മ വരിക ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റ്സിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും എൻക്വയറിയോ അല്ലെങ്കിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നിക്കോ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. ഇനി ഓരോ പ്രോഡക്റ്റ്സിൻ്റെ എല്ലാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളിലുണ്ടെങ്കിൽ പേഴ്സണലായിട്ടും ചോദിക്കാം, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ചോദിക്കാം കേട്ടോ. അതാകുമ്പം എല്ലാവർക്കും ക്ലിയർ ആവുമല്ലോ. ബാക്കി നാളെ റോൾ ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും സെലോഫിൻ ഷീറ്റ്സ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചത് എടുത്തു വെക്കുക ചെയ്തത്. അതിന് ശേഷം ആ ഒരു ടേബിളിലൊന്ന് ക്ലീൻ ചെയ്ത് ഇതാക്കുക ചെയ്തത്. പിന്നെ ഞാൻ ഇതിന് ശേഷം അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ നൈറ്റ് റൂട്ടീൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ കിടക്കുക എന്ന് പറയുമ്പം പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അങ്ങനെ നിൽക്കും. ഇതിൻ്റെ ബാക്കി കോൺസ് സീൽ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ഡിസ്പാച്ച് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.